നാടകം ഇൻകുലാബ് സിന്ദാബാദ്. മധുവർണ്ണ മധുരപ്പാതീനേരി ലങ്കി മാറിയും ലങ്കി മാറിയോളെ ലങ്കി മാറിയോളെ ലങ്കി മാറിയോളെ ലങ്കി മാറിയോളെ മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാതീനേരി ലങ്കി മാറിയും ലങ്കി മാറിയോളെ ലങ്കി മാറിയോളെ ലങ്കി മാറിയോളെ ലങ്കി മാറിയോളെ. ലൈഫ് പദ്ധതിയിൽ വീട് പാസ്സായി. അതിന്റെ ആഘോഷം. അതിന്റെ ആഘോഷം കൂടിയല്ലേ നമ്മൾ ശൈല ടീച്ചർ വിജയിപ്പിക്കണ്ടേ? അതിന്റെ കൂടി ആഘോഷം ഇവിടെ നടക്കുന്നത്. ഇപ്പൊ തിരിഞ്ഞ് ഞാൻ നടക്കട്ടെ. തിളക്കമായി വിരിയുന്ന മലരെ കരളിലെ കടലിനെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന എന്റെ മോളെ അവിടെ ഭയങ്കര തിരക്കേനു. റിസൾട്ട് എന്തായി കിട്ടിയോ? ഒന്നും പറയണ്ട. ഇത്തിരി കൊളസ്ട്രോളും ഇത്തിരി ഷുഗറും കൂടുതലാണ്. നമുക്ക് ചായ എടുത്ത് വെച്ചിട്ട് നമ്മൾ കഴിച്ച പോയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ വൃത്തിയാക്കട്ടെ. എന്റെ മോള് വൃത്തിയാക്കട്ടെ. ഞങ്ങൾക്ക് വന്നിട്ട് വേണം ആഴ്ചകളും കാണാൻ പോകാൻ. ഇന്നും കുടിക്കില്ലായിരിക്കും. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഞാൻ എന്റെ ഭാര്യയുടെ തലയെ തൊട്ട് സത്യം ചെയ്തതാ. ഇനി മേല കുടിക്കില്ല. നീ അന്നീ കുടിപ്പിക്കുന്നത്. ഞാൻ എത്ര സത്യം ചെയ്യില്ല. കുടിച്ച കാരണ പോകാനായിട്ടില്ലടാ. അതിനെനിക്ക് കാരണമുണ്ടോ? ഞാനിങ്ങ് പോന്ന ഞാനാ കുടിപ്പിച്ചെന്നാ പറയാ. കാലമാടാ ഇന്നും കുടിച്ചിട്ടാ വന്നേ. തലയെത്തോട്ട് സത്യം ചെയ്താലേ കുടിക്കൂലെന്ന്. അങ്ങനെ ചിരിച്ചു പോകുന്നത് നിങ്ങൾ അറിയോ? എന്റെ അമ്മക്ക് സർക്കാർ പെൻഷൻ
കേട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് വാ മനുഷ്യ. ഞാൻ ഈ കുടിക്കൂല. പുതിയ പോർമുഖങ്ങളിൽ സമരമായി പടരുവാൻ കാലമേൽപ്പിച്ച കർമ്മഭൂമിയിൽ നിർഭയം നിറയുവാൻ പുതിയ പോർമുഖങ്ങളിൽ സമരമായി പടരുവാൻ കാലമേൽപ്പിച്ച കർമ്മഭൂമിയിൽ നിർഭയം നിറയുവാൻ വരികയായിതാ നല്ല നാളേക്ക് പടവുകൾ കഴിയുവാൻ പതിവതോഴരെ വന്നു നിങ്ങളും സമരമായി മാറുക. ഈ പാട്ടുകൾ വേണ്ട. ഇത് ഞങ്ങളുടെ മണ്ണാണ്. ഇവിടെ വേദത്തിന്റെയും മന്ത്രത്തിന്റെയും പാട്ടുകൾ മതി. നിങ്ങളൊക്കെ ഞങ്ങളുടെ അടിമകളാണ്. അല്ല, ഇത് നിങ്ങളുടെ മാത്രം മണ്ണല്ല, എല്ലാവരുടെയും മണ്ണാണ്. പച്ചയായ മനുഷ്യരുടെ മണ്ണാണ്. നീ പാടും. ഞങ്ങൾ പറയുന്ന പാട്ടുകൾ പാടും. ഞങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. മക്കളേതാ? മക്കളെവിടുന്നാ? ഞങ്ങൾ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. ഗുജറാത്തിലെ കലാപത്തിൽ ഞങ്ങൾക്ക് ഉപ്പയും നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇപ്പൊ തെരുവിൽ പാട്ട് പാടിയാണ് ജീവിക്കുന്നത്. ഗുജറാത്തിലെ കാബാലകർ ഞങ്ങളുടെ അമ്മയെ പിച്ചി വാപ്പയെ വെട്ടിക്കൊന്നു. പക്ഷേ ഞങ്ങളുടെ അവസാന ശ്വാസം വരെ അധ്വാനിക്കുന്നവനും പാവപ്പെട്ടവനും വേണ്ടി ഞങ്ങൾ പാട്ട് പാടും. പാടണം, ഇനിയും പാടണം. അധ്വാനിക്കുന്നവനും പാവപ്പെട്ടവനും വേണ്ടി ഇനിയും മക്കള് പാടണം. പുതിയ പോർമുഖങ്ങളിൽ സമരമായി പടരുവാൻ കാലമേൽപ്പിച്ച കർമ്മഭൂമിയിൽ നിർഭയം നിറയുവാൻ പുതിയ പോർമുഖങ്ങളിൽ സമരമായി പടരുവാൻ കാലം പശുവിന് വാറ്റുന്ന കുളുകുളുകുളൂന്ന് പോന്ന്. വാ ഡോക്ടറെ, വേഗം വീട്ടിൽ പോവാം. പക്ഷേ അതിന് മുമ്പ് എന്റെ ഭാര്യ കേൾക്കാൻ ഒരു സംശയം. ധൈര്യത്തിൽ ചോദിച്ചോളൂ. അതായത് ഡോക്ടറെ, എനിക്ക് പശുവിൻ പാല് വിറ്റിട്ട് ഒരു ലാഭമില്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്ക, പാലിന് പകരം പാൽപ്പൊടി വിറ്റാലോന്ന്. എനിക്ക് മനസ്സിലായില്ല. അതായത് ഡോക്ടറെ, സാധാരണ നമുക്ക് പശുവിന്റെ അതിൽ നിന്ന് പാലല്ലേ കിട്ടാറ്. പകരം പാൽപ്പൊടി വിറ്റാലോന്ന് കാരണമുണ്ട്. കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ പശുവിന്റെ കാലിത്തീറ്റയുടെ പൈസ കൂട്ടി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടറെ? വഴിയുണ്ടല്ലോ. നിങ്ങൾ കടലപ്പിണ്ണാക്കും കപ്രപ്പിണ്ണാക്കും വെള്ളത്തിൽ കലക്കിയല്ലേ കൊടുക്കുന്നത്? അതെ. ഇനി മുതൽ അങ്ങനെ വേണ്ട. പിന്നെ കടലപ്പിണ്ണാക്കും കപ്രപ്പിണ്ണാക്കും വെള്ളത്തിൽ കലക്കാതെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തോളൂ. അപ്പം പിന്നെ പശുവിന്റെ അകിടിൽ നിന്നും ചെറുചെറാന്നും പറഞ്ഞ് പാൽപ്പൊടി വരൂ. ഐഡിയ. നല്ല മനുഷ്യ, പശുവിന് കലക്കി വെച്ച പിണ്ണാക്കിന്റെ വെള്ളം എടുത്ത് വെച്ച് കുടിച്ചോ? അതെന്തിനാ കുടിച്ചേ? ഈ പറയുന്നക്കും പശുവിന് ഒരു മാസത്തിലെ ഭക്ഷണം തരുക. പിന്നെ എങ്ങനെ മാറിക്കൊണ്ടിരിക്കാനാ? എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇത് കുടിച്ചാല്? വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ശ്രദ്ധിച്ചാൽ മതി. വാ, വേഗം പോവാ. ഈ നേരത്തെ
കുടിയന്മാരോടെല്ലാം വർത്താനം പറഞ്ഞാടെ നിന്നോ. ഞാൻ ഫോട്ടോയിൽ എടുത്തിട്ട് അങ്ങ് അയച്ചു കൊടുത്തിട്ട് ഞാള് നേരം കിടക്കുമ്പോ 4 മണിക്ക് എണീച്ച് കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ കുട്ടികളെ സ്കൂൾ പറഞ്ഞാക്കട്ടെ, ഞങ്ങൾ ചോറിങ്ങനെ വെക്കട്ടെ. നിങ്ങളിപ്പോ എന്നോട് ചൂടായിട്ടുണ്ട് കാര്യം. 5 മിനിറ്റ് വൈകി പോയി എന്നാണ് ഞങ്ങളെ ഓളെ കുടിച്ച് വരുന്ന വൈകി കണ്ടിട്ട് ഓരോട് 5 മിനിറ്റ് പറഞ്ഞിരുന്ന മാത്രമാണ്. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കേന്ദ്ര സർക്കാർ പുതിയ പുതിയ ഓരോ പദ്ധതികൾ കൊണ്ടുവരും. നമ്മളത് അതുപോലെ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ തൊഴിലുറപ്പ് നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. ഇപ്പൊ ഫോട്ടോ എടുക്കണമെങ്കിലോ അങ്ങേ മലയമ്മന്നെ ഇങ്ങേ മലയമ്മ പോണം. പണിയെടുക്കണമെങ്കിലോ ഇങ്ങേ മലയമ്മന്നെ അങ്ങേ മലയമ്മ പോണം. ഇനിയിപ്പെല്ലാം ഞാനെന്ത് ചെയ്യാനാ? ഇപ്പം തന്നെ UDF-ന്റെ പ്രചരണ പരിപാടിയില് നമ്മുടെ ശൈലജ ടീച്ചറെ പറ്റിയിട്ട് എന്തെല്ലാം അപവാദ പ്രചരണങ്ങളാ പറഞ്ഞേ. അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും പറ്റിയിട്ട് വളരെ മോശമായ അപവാദ പ്രചരണങ്ങളല്ലേ നടത്തിയേ. ഇതിനെല്ലാം നമ്മൾ കൃത്യമായി പ്രതികരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളും മനുഷ്യരാണ്. അതെ, മനുഷ്യരാണ്. ഈ രാജേന്ദ്രൻ എവിടെ പോയി? എത്ര നേരം എന്നെ കാത്തിരിക്കുന്നു. എനിക്ക് ഇലക്ഷന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു വീട് കയറി. അതാണ് സോറി കേട്ടോ. അത് കുഴപ്പമില്ല. എടാ എനിക്ക് ഒരു കാര്യം പറയാം. എന്താടാ? എടാ നമുക്ക് ഈ മദ്യപാനം നിർത്തണം. നമ്മളെ കൊള്ളവർ കുടിച്ചു കുടിച്ച് എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത്. ശരിയാണടാ, മദ്യവും ലഹരിയും നമ്മുടെ ഭാവി തലമുറയെ തന്നെ നശിപ്പിച്ചേക്കാം. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടണം. മദ്യത്തിനും ലഹരിക്കുമെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പുണ്ടാവില്ലേ? ഞാനുണ്ട്. നമുക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പോരാടാം. മകനേ, ഇതിന്ത്യയുടെ ഭൂപടം. മകനേ, ഇതിന്ത്യയുടെ ഭൂപടം. വന്ധ്യയുടെ വയർപ്പിളർന്നൊഴുകും വിലാപവേഗം പോലെ വരൾ വരകൾ നദികൾ പരമ്പരകളറ്റവർ ഭാരതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് മോൾക്ക് വല്ലതും അറിയാമോ? കുറച്ചൊക്കെ അറിയാം. എന്നാൽ അറിയണം മാളു, ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയല്ലേ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ആരും പ്രതികരിക്കാറില്ലേ? ഉണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. റെയിൽവേ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ വലിയ കുത്തക മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. അവർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇന്ത്യൻ ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജനങ്ങളെ APL എന്നും BPL-ഉമായി തരംതിരിച്ചിട്ടുള്ളത്. എന്നാൽ നിനക്കൊന്നും അറിയാത്ത കാര്യമുണ്ട് മാളു. രാവിലെ മുതൽ രാത്രി വരെ ജന്മമാർക്ക് വേണ്ടി പണിയെടുത്തിരുന്ന ഒരു കാലം, മറുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കാലം, ദാരിദ്ര്യവും പട്ടിണി
പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുകയാണ്, ഞാൻ വായിച്ച കുറത്തി എന്ന പുസ്തകത്തിലെ കുറത്തിയെ പോലെ പ്രതികരിച്ചാലോ എന്ന്. മാള് വായിച്ചിട്ടുള്ള കുറത്തി എന്ന കവിതയിലെ കുറത്തിയെ പോലെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നത് ഒന്ന് സ്വപ്നം കണ്ടു നോക്കൂ. ജനങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ജനങ്ങൾക്കൊന്നും ഒരു സുഖവുമില്ല മുന്നേ. എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നത് ഇന്ത്യ സാമ്രാജ്യം ഭരിക്കുന്ന അങ്ങ് തന്നെയാണ്. ഇനി സുഖങ്ങളെല്ലാം ഞങ്ങൾക്ക് മാത്രം. അങ്ങനെ നമുക്ക് നമ്മുടെ അന്വേഷണ ഏജൻസിയായ ED ഉപയോഗിച്ച് നമ്മളെ എതിർക്കുന്നവരെ ഒക്കെ ദ്രോഹിക്കണം. അങ്ങനെ കോടീശ്വരന്മാരായ അദാനും അംബാനും
മനസ്സിലായി? ഇവിടെ താമര വിരിയില്ല. ആയിരക്കണക്കിന് ധീര സഖാക്കൾ ജീവനും രക്തവും നൽകി പൊരുതി നേടിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യ എന്ന രാജ്യം ഇനിയും ഇതുപോലെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 26 നടക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KK ശൈലജ ടീച്ചർ വിജയിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ശൈലജ ടീച്ചറുടെ വിജയത്തിനായി പ്രവർത്തിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. പ്രിയമുള്ള